ഹലോ എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രിയായപ്പോൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷീണം കാരണം കിടന്നുറങ്ങി. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാൻ പുട്ടും വെള്ളക്കടലയാട്ടോ. ഞാനത് കുക്ക് ചെയ്യണം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അടുക്കളയിലൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ പോയി പല്ലേച്ച് കുളിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് വാവക്ക് ഹസ്ബൻഡിൻ്റെ അനിയനും കൂടി ഒരുമിച്ച് ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചോളൂമല്ലോ. വാവക്ക് വേറെ പ്ലേറ്റിൽ കൊടുത്തില്ല, അതിൽ തന്നെ ഇട്ട് കൊടുത്തു. കാരണം വാവേനെ വൈറ്റ് ഡ്രസ്സാണ് ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങും കേട്ടോ. ആദ്യം നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്നും രാവിലെ കഴിക്കാറില്ല. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവർക്ക് എല്ലാവർക്കും കൊടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവക്ക് വിശക്കും, അതുകൊണ്ട് വാവക്ക് കൊടുത്തു. പിന്നെ അവരെല്ലാവരും രാവിലെ ഓഫീസിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് ശീലിച്ചേക്കുന്നവരായതുകൊണ്ട് അവരും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്പലമൊക്കെ എത്തി. ഫോട്ടോസും കാര്യങ്ങളും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. കുറച്ച് വൈകിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര വെയിലായിട്ടുണ്ടായിട്ടോ. അവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ പോയിട്ടുണ്ടായത് പഴവങ്ങാടി എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലേക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് മറ്റേ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന അമ്പലത്തിലും കൂടി പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അപ്പം തന്നെ ഒത്തിരി സമയം വൈകിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ രണ്ട് അമ്പലത്തിലും പോയി തേങ്ങ ഉടച്ചു. പിന്നെ മാല ചാർത്താനുള്ള മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തൊഴാൻ പറ്റിയില്ല, ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അകത്ത് കയറി പുറത്തുനിന്ന് തൊഴുതു. തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു. തൊഴാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞത്, നട അടച്ചിരിക്കുമായിരുന്നു. ആ രീതിക്കാണ് തൊഴാൻ പറ്റിയത്. നട തുറന്ന് കൃത്യമായി തൊഴാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. ഇനി പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ പോയിട്ട് തൊഴുതിട്ട് വേണം ആറ്റുകാൽ അമ്പലത്തിലും പോയിട്ട് വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്നും കൂടി പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ലസ്സി കുടിക്കണമെന്നുണ്ടായിരുന്നേ. അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ബേക്കറി കയറിയിട്ട് ഒരു പെപ്സിയോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ. പപ്പടം മാത്രം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ചൂടോടെ ആയിട്ടോ കാച്ചിയെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് ചായ കുടിച്ചു. പഴംപൊരി ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും പോവാനായിട്ട് തിരിച്ച് റിട്ടേൺ നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങുക കേട്ടോ. ട്രെയിൻ തന്നെയാണ് തിരിച്ച് വരുന്നത്. ഒരു 5:30 മണിയുടെ ട്രെയിനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല. അതിന് പകരം 6:45 ട്രെയിനാട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് ഒത്തിരി ദിവസമായി പോയി വന്നിട്ട്. പക്ഷേ ഇടാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. വന്നതിന് ശേഷം പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്